2023 ഒക്ടോബർ 7-ന് 1948 ശേഷം നടന്ന ഏറ്റവും രക്തരൂക്ഷിതമായ ഇസ്രയേലുമായുള്ള പോരാട്ടമാണ് അന്ന് ഹമാസ് നടത്തിയത്. ഏതാണ്ട് 6000-ഓളം ഹമാസിന്റെ വോളണ്ടിയർമാരാണ് ഇസ്രയേലിലേക്ക് ഇരച്ചു കയറിയത്. 10,000-കണക്കിന് റോക്കറ്റുകളാണ് അവർ വിക്ഷേപിച്ചത്. ജൂതന്മാരുടെ നൊവാ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്താണ് ഇസ്രയേലിലേക്ക് ഹമാസ് കടന്നു കയറിയത്. ലോകത്തിലെ ഏറ്റവും മനുഷ്യത്വരഹിതമായ ആക്രമണമായിരുന്നു ഹമാസ് നടത്തിയത്. 1400-ഓളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ടതിൽ 100-ഓളം കുട്ടികൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കണക്ക്. 10 മാസം പ്രായമായ കുഞ്ഞിനെ വരെ അവർ കൊല ചെയ്തു. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സ്ത്രീ പീഡനങ്ങളാണ് അവിടെ നടന്നത്. സ്ത്രീകളെ ശാരീരികമായി പീഡിപ്പിച്ചതിന് ശേഷം അവരെ കൊന്ന് അവരുടെ ശവശരീരങ്ങൾ ഹമാസുകാർ തെരുവിലൂടെ വലിച്ചിഴച്ചു. അന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ അക്രമത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. കേരളത്തിലെ സുന്നി നേതാക്കൾ അക്രമത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. കേരളത്തിലെ മുജാഹിദുകൾ അക്രമത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. CPM തള്ളിപ്പറഞ്ഞിരുന്നു. MA ബേബി തള്ളിപ്പറഞ്ഞിരുന്നു. VD സതീശൻ തള്ളിപ്പറഞ്ഞിരുന്നു. ആരും തള്ളിപ്പറഞ്ഞില്ല. അവരൊക്കെ ഹമാസ് നടത്തിയ കൂട്ടക്കൊലയെ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്.